ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബറിടം സന്ദർശിക്കുകയാണ്. അതിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇപ്പോഴത്തെ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബറിടം സന്ദർശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു ഊർജ്ജം തേടാൻ തന്നെയാകും ഈ ഒരു സന്ദർശനം എന്നതിൽ തർക്കമില്ല. പറയൂ ഇംതിയാസ്. തീർച്ചയായിട്ടും, അതായത് ഇന്നലെയാണ് UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ഇന്ന് അദ്ദേഹം ഒരു തികഞ്ഞ പ്രചാരണത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പ്രചാരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ വന്ധ്യരായ പിതാവിന്റെ അടുത്തെത്തി. പിതാവിന്റെ ഖബർസ്ഥാനുള്ളത് നിലമ്പൂരിലെ മുക്കട്ട പള്ളിയിലാണുള്ളത്. ആ പള്ളിയിലെത്തി പിതാവിന്റെ ഖബറിനരികിലെത്തി അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആര്യാടൻ ഷൗക്കത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുക്കളും പിന്നെ കോൺഗ്രസിന്റെ നിലമ്പൂരിലെ നേതാക്കളൊക്കെയുണ്ട്. അങ്ങനെ ഇവരെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഇവിടെ നിന്ന് പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് ഈ പ്രചാരണം തുടങ്ങുന്നത്. തുടർന്ന് ഇവിടുത്തെ സന്ദർശനം ഖബറിടത്തിൽ പ്രാർത്ഥന കഴിഞ്ഞതിനു ശേഷം ലിറ്റിൽ ഫ്ലവർ പള്ളിയിലെത്തി അവിടെയും സന്ദർശനം നടത്തുന്നുണ്ട്. വൈകിട്ട് പാണക്കാട് PK കുഞ്ഞാലിക്കുട്ടിയുമായിട്ടൊക്കെ ഒരു സന്ദർശനമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇന്ന് വൈകിട്ടോടെ ഇവിടെ UDFന്റെ കൺവെൻഷനും നടക്കും. അതിൽ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുമുണ്ട്. അങ്ങനെയാണ് ഇന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ ആദ്യഘട്ട പ്രചാരണം ആരംഭിക്കുന്നത്. ഇപ്പോൾ പള്ളിയിലെ ഖതീബിന്റെ നേതൃത്വത്തിൽ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് എന്തുകൊണ്ടും ഈ നിലമ്പൂരിലായാലും എവിടെയായാലും ഈ ഒരു UDFൽ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ UDF പ്രചാരണത്തിനിറങ്ങുമ്പോൾ അതിൽ ആദ്യഘട്ടത്തിൽ ഈ രീതിയിലുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. പാണക്കാട്ടേക്കൊരു സന്ദർശനം, തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പലകുറി അങ്ങനെ കണ്ടതാണ്. എന്തുകൊണ്ടും ആര്യാടൻ മുഹമ്മദ് എന്ന അദ്ദേഹത്തിന്റെ വന്ധ്യരായ പിതാവിന്റെ അടുത്തെത്തി അനുഗ്രഹം വാങ്ങിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ തന്നെ തുടങ്ങുക എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹമായി ഏറ്റവും ആദ്യം അദ്ദേഹം കാണുന്ന കാര്യം. അതാണ് ഇപ്പോൾ ഇവിടെ, ആ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ലിറ്റിൽ ഫ്ലവർ പള്ളിയിലെത്തി അവിടെയും സന്ദർശിക്കുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ അതിന് തൊട്ട് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബറിടത്തിലെത്തി അനുഗ്രഹം വാങ്ങുക.